നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മഞ്ഞൾ ഉണ്ടാക്കിയിട്ട് അത് പൊടിക്കുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ച മഞ്ഞളാണ്. ഇത് സാധാരണഗതിയിൽ വൃശ്ചികം, ധനു, ദാറ്റ് ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലാണ് മഞ്ഞൾ, ഇഞ്ചി, കൂവ ഇതൊക്കെ പറിക്കുക. അങ്ങനെ വീടുകളിലുണ്ടാവണ മഞ്ഞളാവുമ്പോൾ നമുക്ക് ഫ്രഷാണ്, വേറൊന്നും അതിൽ മിക്സ് ഇല്ല എന്നൊക്കെ സമാധാനിക്കാം. വളരെ നല്ല ഒരു അവശ്യ വസ്തുവാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അതിൻ്റെ പ്രോസസ്സ്. അതെങ്ങനെ മഞ്ഞൾ പറിച്ചുകൊണ്ടെന്ന് ഞാൻ എന്താ ഈ വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ആദ്യം മഞ്ഞൾ പറിച്ച് കിട്ടിയ ഉടനെ അതിൻ്റെ അങ്ങനെ ഓരോ വേരും ഇതൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ച് ഇങ്ങനെ അങ്ങനെ സിംഗിൾ പീസസ് ആക്കിയിട്ട് മാറ്റുക. ഇതങ്ങനെ ദെൻ അതിനെ ഇങ്ങനെ നല്ലോണം വെള്ളത്തിൽ, മണ്ണിലുണ്ടാവുന്ന സാധനമാണല്ലോ, അപ്പോൾ വേഗം പോവും മണ്ണ്. കാരണം ഡ്രൈ അല്ലേ, ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് ഡ്രൈ അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ വേഗം മണ്ണൊക്കെ കളയാൻ പറ്റും. നല്ലോണം ഒരു 3 പ്രാവശ്യം ഇത്രയും വെള്ളത്തിൽ ഞാനിങ്ങനെ കഴുകി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ അടിയിൽ മണ്ണ് ഉണ്ട്. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പ്രാവശ്യം കഴുകി ഒരു 3 പ്രാവശ്യം ഈ വെള്ളം മാറ്റിയിട്ട് ലാസ്റ്റ് കഴുകിയത്. അപ്പോൾ ഈ വെള്ളം അതിൽ നന്നായി കഴുകിയതുണ്ട്. ഇതിലത്തെ മണ്ണൊക്കെ കളയുക. ഇടയിലൊക്കെ മണ്ണുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കഴുകി കളഞ്ഞിങ്ങനെ പാത്രത്തിലാക്കുക. ഇതിനെ ഇനി നമ്മൾ ഇത്ര മഞ്ഞളുള്ളതുകൊണ്ട് ഇതിൻ്റെ കഷ്ടി, ഈ ഏത് പാത്രത്തിലാണോ ഉള്ളത് ആ പാത്രത്തിൻ്റെ കഷ്ടി പകുതി അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കണം. ഇനിയിപ്പോൾ ഞാൻ വേവിക്കാനാണ് പോണത്. വേവിച്ച് നന്നായി കുടഞ്ഞ് ഒരു 1-2 തള വന്ന് ഒരു 2-3 പ്രാവശ്യം കുടയാൻ പറ്റണം. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ പ്രോസസ്സേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ മഞ്ഞളൊക്കെ വേവും. എന്നിട്ടിത് നമ്മൾ വെയിലത്ത് നന്നായി ഇതിനെയൊക്കെ കഷ്ണാക്കി വെയിലത്ത് നന്നായി ഉണക്കി ഒരു നല്ല വെയിൽ കൊള്ളുകയാണെന്ന് വെച്ചാൽ ഒരു 5-6 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് മില്ലിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ പൊടിച്ചെടുക്കാം. അപ്പം ഇതിങ്ങനെ മഞ്ഞളൊക്കെ കൊടുത്താൽ പൊടിച്ചു തരുന്ന മില്ലുകളുണ്ടല്ലോ, അവിടെ കൊണ്ട് പൊടിച്ചാൽ അപ്പോൾ നമ്മുടെ തന്നെ മഞ്ഞൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നെ വീട്ടിൽ വളരെ വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ കഴുകി കഴിഞ്ഞാണ്, ഇനി വേവിച്ചിട്ട് കാണിക്കാം. ഇതാ കഴുകിയ മഞ്ഞൾ ഞാൻ ഇനി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വയ്ക്കണം. നല്ലൊരു 3-4 കുടയിൽ തിളച്ചിട്ട് നല്ല ഒരു 3-4 പ്രാവശ്യം കുടഞ്ഞൊന്ന് തിളയ്ക്കുക. പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് ഇട്ട് വയ്ക്കാം. ഇത് വെന്ത് കഴിഞ്ഞത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കുകയാണ് നല്ലത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായി മണ്ണൊക്കെ കളഞ്ഞ് തോല് ചിരണ്ടേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വലിയതും ചെറുതുമൊക്കെ ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നുറുക്കാൻ എളുപ്പമാണ്. ഒന്ന് നുറുക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. അപ്പം ഞാൻ ഇതിലിട്ടിട്ടെല്ലാം ഒന്ന് ഒരു 4 ഗ്ലാസ് വെള്ളം, ഇത്രയും മഞ്ഞളിനൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ്. കാണിക്കാം. അതാ ഞാൻ ഈ പാത്രത്തിൽ വെച്ചു. ഇതിനൊരു 4 ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇതവിടെ കാണാം. കണ്ടോ, പകുതിക്ക് വെള്ളം, ഈ പാത്രത്തിൻ്റെ പകുതിക്ക് വെള്ളം, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നന്നായി തിളയ്ക്കട്ടെ. തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അടപ്പുകൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇത് തിളച്ച ഒരു തുറന്ന് വെച്ച് ഒരു 2-3 പ്രാവശ്യം നമുക്കിങ്ങനെ കുടഞ്ഞ് ആ വെള്ളത്തിലെല്ലാം മഞ്ഞളും നന്നായി തിളയ്ക്കാനും നന്നായി വേവാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 പ്രാവശ്യം കുടഞ്ഞ് തിളപ്പിക്കാം. എന്നിട്ട് പിന്നെ നമുക്കിത് തീ ഓഫാക്കി ഒന്ന് ആറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം ഒക്കെ മുറിച്ച് നീളത്തിൽ, ഇങ്ങനെ നീളത്തിലോ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട്
കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോൾ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയ ഗുണം എന്താ വെച്ചാൽ വേഗം ഉണങ്ങും. വേഗം ഉണങ്ങിയാൽ നമുക്ക് വേഗം പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലൊന്നും ചളിയൊന്നുമില്ല. ഇതൊക്കെ ഇതിൻ്റെ ഈ മണ്ണിലിരുന്നിട്ടുള്ള ഇതിൻ്റെ തോലാണ്. ഈ തോല് കളയുമ്പോൾ എന്താ വെച്ചാൽ മഞ്ഞളും ഒക്കെ ഒപ്പം പോവും. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഈ തോല് നമുക്കിപ്പോൾ നെല്ലിൻ്റെയൊക്കെ ഉമി വേറെ കിട്ടണ പോലെ, തവിട് വേറെ കിട്ടണ പോലെ ഇത് വേറെ ആയി പോയിക്കോളും. ഇത് നന്നായി കഴുകിയിട്ട് ചെയ്യണതാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ കുറേശ്ശെ മഞ്ഞളുണ്ടാവുക വെച്ചാൽ നമുക്ക് എളുപ്പം വീട്ടിൽ വേറെ മഞ്ഞപ്പൊടിയൊന്നും മേടിക്കേണ്ട, കലർപ്പില്ലാത്ത മഞ്ഞപ്പൊടി നമുക്ക് തന്നെ കിട്ടും. അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് ചെയ്താലും മതി. നമുക്ക് ചെയ്യാൻ പറ്റണ ഇതിനനുസരിച്ച് ഇത് ഈ വക പണിയൊക്കെ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, വലിയ മായമൊന്നും ഇല്ലാത്തതും കലർപ്പില്ലാത്തതുമായിട്ടുള്ള മഞ്ഞപ്പൊടി ഉപയോഗിക്കാം. അതുപോലെ ഈ സമയത്താണ് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഉണങ്ങാനൊന്നും പ്രയാസമൊന്നുമില്ല. കാരണം നല്ല കാറ്റും നല്ല വെയിലും അല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഇതാ ഇതൊന്ന് തിളയ്ക്കട്ടെ. അതാ നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആവണേ ഉള്ളൂ. നല്ല ആവിയൊക്കെ വന്ന് തള വരുന്നുണ്ട്. നന്നായി ഇങ്ങോട്ട് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കുടഞ്ഞിട്ട് ഇതപ്പോൾ തള വന്നു തിളയ്ക്കുന്നുണ്ട്. കാണാനുണ്ടോ? കണ്ടോ കണ്ടോ തിളയ്ക്കുന്നത് കാണാനില്ലേ? ഇങ്ങനെ തിളയ്ക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി കുടയാം. എന്നിട്ട് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ കുടയുമ്പോഴേക്കും ഇത് എല്ലാ മഞ്ഞളും ഈ തിളച്ച വെള്ളത്തിൽ നന്നായി വേവും. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് കുടയട്ടെ, എന്നിട്ട് കാണിക്കാം. ഒരു പ്രാവശ്യം ഒന്ന് കുടഞ്ഞപ്പോൾ എന്തുണ്ടായി, താഴെ ഉണ്ടായിരുന്നതൊക്കെ മീതയ്ക്ക് വന്നു, മീത ഉണ്ടായിരുന്നതൊക്കെ താഴേക്ക് പോയി. ഇനി ഇങ്ങനെ ഒരു 2 പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതാ കണ്ടോ, അപ്പോൾ അതാ ഇനി ആ കുടഞ്ഞു വെച്ചോട് കൂടിയിട്ട് ആ തള ഒന്ന് നിന്നു. കണ്ടോ, കാണാനില്ലേ? ഇനിയിപ്പോൾ ഇതാ തിളച്ചുകൊണ്ട് വരുന്നു. നന്നായി തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി കുടയാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം കൂടി ചെയ്യുമ്പോഴേക്ക് മഞ്ഞളൊക്കെ നന്നായി വീഴും. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആയിട്ട് കൊണ്ടാട്ടമുളക്. ഇതപ്പോൾ ഞാൻ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി. പച്ചമുളക് കുറച്ച് ഹോൾസെയിലായിട്ട് നമ്മൾ കൂടുതൽ പച്ചമുളക് മേടിച്ച് അത് നന്നായി കഴുകി, എന്നിട്ട് നല്ല തൈരും ആദ്യം ഉപ്പിട്ടിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ തൈര് ഒഴിച്ച് പിന്നെ വെയിലത്ത് വെച്ച് ഇങ്ങനെ ഉണക്കി. അതുപോലെ കപ്പ കൊണ്ട് കൊണ്ടാട്ടങ്ങൾ, പയറ്, കപ്പ, കയ്പ്പയ്ക്ക ഒക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പണികളാണ്. പണി ചെയ്യാൻ ആർക്കും മടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ മായവും കലർപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ. അത്രമാത്രം. ഇതിപ്പോൾ മഞ്ഞൾ അഥവാ വീട്ടിലില്ലെങ്കിലും നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ മഞ്ഞൾ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് നമുക്കിങ്ങനെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാം. എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ സ്ഥലം ഉണ്ടായിന്നോ അല്ലെങ്കിൽ മഞ്ഞൾ ഉണ്ടാക്കാൻ പറ്റിയെന്നോ അങ്ങനെയൊന്നും വന്നില്ലെങ്കിൽ നമുക്കിത് ഈ പണി ചെയ്യാൻ നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ നല്ല പച്ച മഞ്ഞൾ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു 5 കിലോ 6 കിലോ ഒക്കെ മേടിച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 6 കിലോ 7 കിലോ ഒക്കെ ഉണ്ടായാൽ, പച്ചമഞ്ഞൾ ഉണ്ടായാൽ നമുക്ക് മഞ്ഞൾപ്പൊടി അത്രയല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാം. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പണികളാണ് അതൊക്കെ. കൊണ്ടാട്ടങ്ങൾ, അതുപോലെ കൂവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി പറിച്ച് ഇഞ്ചി കൊണ്ട് ചുക്കുണ്ടാക്കുക. ചുക്കൊക്കെ കുറച്ചല്ലേ വേണ്ടൂ. അപ്പോൾ ഇഞ്ചി നമുക്ക് ശരിക്കും ഈ പൂച്ചെടികളൊക്കെ ഉണ്ടാക്കണം ആ ചട്ടിയിൽ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതാ നന്നായി തിളച്ചു. ഇനി ഞാൻ വീണ്ടും കുടയട്ടെ. കുടഞ്ഞ് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കുടയുമ്പോൾ നമ്മുടെ മേലിക്കാവാതെ നോക്കണം. പക്ഷെ എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് കഴിയണതും ഇങ്ങനത്തെ പണികളൊക്കെ ഏറ്റെടുക്കും, ചെയ്യുകയും ചെയ്യും.
അപ്പോൾ അതാ ഇനി ഒന്ന് പിടിച്ച് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചു. എല്ലാം ഞാനൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ടു. അപ്പോൾ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ വറ്റുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടി ആകെ ഒരു അരമണിക്കൂർ ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഒരു 10 മിനിറ്റും കൂടി കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ആറട്ടെ. ആറിക്കഴിഞ്ഞാൽ നമുക്ക് നുറുക്കി വെയിലത്ത് ഉണക്കാൻ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല മഞ്ഞൾപ്പൊടി നമുക്ക് തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അറിയുണ്ടാവും പലർക്കും, പക്ഷെ അത് ചെയ്യാനുള്ള മടി കൊണ്ട് പലരും ചെയ്യാതിരിക്കും. പക്ഷെ ചെയ്താൽ നമുക്ക് തന്നെയാണ് നല്ലത്. നല്ല പൊടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ പാകമായി. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യണം. നല്ലൊരു മണമാണ് തിളച്ചിങ്ങനെ വെന്തപ്പോൾ. ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ ബാക്കി. അത് സാരില്ല. അത് ഇതൊന്ന് തണുക്കുമ്പോഴേക്ക് കുറേ ഇതിൽ പിടിക്കാനുള്ളതൊക്കെ പിടിക്കും. അത് കഴിഞ്ഞ് നമുക്കിത് കഷ്ണാക്കിയിട്ട് ഉണക്കാടാം. അപ്പോൾ അതിൽ ആ ബാക്കി വരുന്ന വെള്ളം കൊണ്ട് നമുക്ക് കൈയും കാലും കഴുകുക, ലേഡീസിന് മുഖത്ത് തേക്കാനും ഒക്കെ നല്ലതാട്ടോ. മഞ്ഞൾ തിളച്ച വെള്ളമല്ലേ. അപ്പോൾ അതഞ്ഞി അത് ഓഫ് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഞാൻ രാത്രി ചെയ്യണം. നാളെ കാലത്ത് വെയിൽ വരുമ്പോഴേക്ക് കഷ്ണാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. ഒരു നല്ല വെയിലുള്ളപ്പോൾ ഒരു 5 വെയിൽ കൊണ്ടാൽ മതി. നന്നായി ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്ര കാണുന്നത് കണക്കാക്കണ്ട, ഒരു പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പൊടിപ്പിച്ച് നല്ല കുപ്പികളിലാക്കി സൂക്ഷിക്കാം. ഞാൻ ഓഫ് ചെയ്യാൻ പോകണം. ഓഫ് ചെയ്തിനി നാളെ കാലത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഇടുമ്പോൾ കാണിക്കാം. അപ്പോൾ അതൊക്കെ തണുത്തു. ഇനി ഇതിനെ കഷ്ണങ്ങളാക്കണം. ഇതങ്ങനെ കഷ്ണങ്ങളാക്കി ഇനി ഇത് വെയിലത്ത് വയ്ക്കണം. ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണങ്ങിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഇത് നല്ല ഉണ്ടോ, ഇന്നലത്തെ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം ബാക്കിയുള്ളൂ. വെന്തിരിക്കുന്നു. എളുപ്പം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കാം. ഇനി ഇതിനെ ഒന്ന് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെച്ചതിനേക്കാൾ കുറച്ച് കുറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആകെ വീണ്ടും കുറയും, ഒന്നും കൂടി കുറയും. പൊടിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറയും. ഒരു 5-6 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടി ഒരു കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ എത്തില്ലെന്ന് തോന്നുന്നില്ല. അത്രേ പൊടി ഉണ്ടാവുള്ളൂ. പക്ഷെ മായമില്ലാത്ത പൊടി കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇങ്ങനെ ഞാൻ ആ മഞ്ഞളൊക്കെ കഷ്ണങ്ങളാക്കിയത് അങ്ങനെയാണ് ഉണക്കാനിട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മില്ലിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ പറ്റണ പോലെയൊക്കെ പൊടിച്ചെടുക്കാം. ഇങ്ങനെയാണ് ആ മഞ്ഞളിനെ ഉണക്കാൻ വെച്ചിരിക്കുക. തുണിയിൽ വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കി ആ ഉണക്കിയൊക്കെ വെച്ച ആ മഞ്ഞൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇതങ്ങനെ പൊടിയായി കിട്ടി. ഇപ്പോൾ ഇത് നമുക്ക് യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാത്തതാണ്. നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നന്നായി ഉണങ്ങിയിട്ടുള്ള പൊടിയാകുമ്പോൾ നമുക്ക് കബോർഡിൽ തന്നെ നേരെ നന്നായി അടച്ച് കബോർഡിൽ തന്നെ സൂക്ഷിക്കാം. പിന്നെ ഇപ്പോൾ കുറച്ച് ഒരു 5-6 കിലോ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു 6 മാസത്തേക്കൊക്കെ നമുക്ക് പൊടി ഉണ്ടാവുള്ളൂ. അപ്പം വീണ്ടും വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ പുറത്തുനിന്ന് മേടിച്ച് വീണ്ടും ഇതേപോലെ നമുക്ക് ഈ പ്രോസസ്സൊക്കെ ചെയ്ത് പൊടിച്ചെടുത്ത് വയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം എന്തായാലും ഇവിടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് കാണിച്ചത്. വളരെ നല്ലതായിട്ട് നേരാവണ്ണം നമുക്ക് കിട്ടും എന്നുള്ളത്. അത് ഉള്ളവരൊക്കെ ഒന്ന് ഇതിങ്ങനെ ട്രൈ ചെയ്താൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. ഓക്കെ.